എപ്പോഴും നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അല്ലാഹു തആല തരാം എന്ന് പറഞ്ഞിട്ടും അല്ലാഹുവിനോട് തേടാത്ത ആളുകൾ, ദുആ ചെയ്യാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത് അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് ഇമാം ത്വബറാനി രേഖപ്പെടുത്തിയത് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅജസൻ നാസി മൻ അജസ ഫിദ്ദുആ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലൻ ആരാണ്? അവൻ പ്രാർത്ഥനയിൽ അശക്തനായ ആളാണ്, പ്രാർത്ഥിക്കാത്ത ആള്, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മടിക്കുന്ന ആള് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കൻ ആരാണ്? സലാം കൊണ്ട് പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്. സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദർശ പൊരുത്തം കൈമാറലാണല്ലോ സലാം പറയുക എന്നത്. ആ സലാം പറയലിനെ വ്യാപിപ്പിക്കണമെന്ന് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സലാം വ്യാപിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും ആ ഹദീസിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അലാ അദുല്ലുക്കും ബിശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരാം, അത് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. ഏതാണ് ആ കാര്യം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കണം.